everyone. Today with India Today Source Out, we have Piperion, Art Season's director. Blessy, I don't know what more to say about this person because this man has made, showed everyone that anything impossible is possible with this person. Let me welcome Director Blessy sir to India Today Source Out. Welcome, sir. Thank you. ഇന്ന് എനിക്ക് തോന്നുന്നു ഇന്ന് കറക്റ്റ് 100 കോടി ക്ലബിൽ കയറിയിരിക്കുന്ന ഒരു ദിവസമാണ്. ഇതിൽ പരം എന്താണ് വേണ്ടത് ആസ് എൻ ഇന്റർവ്യൂവർ, എന്താ വേണ്ടെന്നുള്ളത് എനിക്കറിയില്ല. ഇറ്റ്സ് ലൈക്ക് എ ബ്ലെസിംഗ് ഫോർ മീ. ഗ്ലാഡ് ദാറ്റ് വി മെറ്റ് ഓൺ ദിസ് ഡേ. എന്താണ് തോന്നുന്നത് ഈ ഒരു മൊമെന്റിൽ? സാറിന് വിചാരിച്ചൊക്കെ തന്നെ സാറിന് കിട്ടുന്നുണ്ടോ, അതോ എന്തെങ്കിലും എന്താണ് സാറിന് തോന്നുന്നത്? ഹൗ ഡു യു ഫീൽ റൈറ്റ് നൗ? എനിക്കൊരു 100 കോടി എന്നുള്ള കണക്കൊക്കെ ഈ കാലത്തിന്റെ ആണ്. ഇതൊരു സിനിമ ഒരാഴ്ച പിന്നിടുമ്പോൾ വളരെ സക്സസ് ആയി പോകുന്നു. അത് ലോകമെമ്പാടും, നോട്ട് ഓൺലി ഇൻ കേരള, ഇന്ത്യ, ലോകമെമ്പാടും വളരെയധികം നന്നായി പോകുന്നു. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലൊക്കെ ഇതിന് പെർമിഷൻ കിട്ടില്ല, സെൻസർ കിട്ടില്ല എന്ന് പറഞ്ഞ് സർക്കാർ ഒരുപാട് ഭയപ്പെടുത്തിയപ്പോൾ പോലും അതിന് വിപരീതമായിട്ട് ഒട്ടുമിക്ക കൺട്രികളിലും ഇത് വളരെ എല്ലാവർക്കും ഒരേ അഭിപ്രായം ഉണ്ടാകുക എന്ന് പറയുന്നത് ഇക്കാലത്ത് വലിയ പ്രയാസമുള്ളൊരു കാര്യമാണ്. അപ്പൊ അത് നമുക്ക് കിട്ടുന്നു എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഇപ്പോ എന്താ പറയാ, ഞാൻ ഈ സിനിമയിലോട്ട് തന്നെ നമ്മൾ സംസാരിച്ചു വരുമ്പോൾ പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ആക്ച്വലി സാറ് തുടക്കം മുതലേ ഇങ്ങനെ വിചാരിച്ചിരുന്നോ? എന്റെ നജീബ് എന്ന് പറയുന്നത് ഞാൻ എഴുതുന്നുണ്ട്, ഇത് സിനിമ ആക്കുന്നുണ്ട് എങ്കിൽ ഇറ്റ് വിൽ ബി ഒൺലി പൃഥ്വിരാജ് എന്ന് വിചാരിച്ചിരുന്നോ, അതോ വേറെ എന്തെങ്കിലും തോട്ട് ഉണ്ടായിരുന്നോ? കാരണം നമുക്ക് പൃഥ്വിരാജ് ഇതിനു മുന്നേ 2 ബയോപിക്കുകളാണ് ചെയ്തിരിക്കുന്നത്. ഒന്ന് JC ഡാനിയലിന്റെ സെല്ലുലോയിഡ് എന്ന മൂവി പോർട്രേ ചെയ്യുന്ന മൂവി, പിന്നെ മൊയ്തീൻ എന്ന് നിന്റെ മൊയ്തീനായിട്ടും അഭിനയിച്ചിരുന്നു. ഇതിൽ രണ്ടിലും നമുക്ക് ഈ 2 കഥാപാത്രങ്ങളായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റും. ഓക്കെ, മൊയ്തീൻ ഇങ്ങനെയാണ് ശരിക്കും ഇരിക്കുന്നത്, JC ഡാനിയൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. പക്ഷെ കമ്മിങ് ടു ദിസ് മൂവി, ആടുജീവിതത്തിൽ ശരിക്കുമുള്ള നജീബ് എങ്ങനെയാണോ അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തമാണ് പൃഥ്വിരാജിന്റെ ഒരു പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. അപ്പം എങ്ങനെയാണ് ഇത് എഴുതുന്ന സമയത്ത് അറിഞ്ഞത് ബെസ്റ്റ് പിച്ച് ആണ് പൃഥ്വിരാജ് എന്റെ നജീബ് എന്നുള്ള തോന്നുന്നത് എപ്പോഴാണ്? ഞാനിത് എഴുതുന്നതിന് മുമ്പ് തന്നെ, ഇതിൻ്റെ ആദ്യ ഘട്ടത്തിൽ തന്നെ, ഇത് സിനിമയാക്കാൻ തീരുമാനിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഞാൻ ഡിസൈഡ് ചെയ്തത്, ഞാൻ രാജ്യമായിട്ട് സംസാരിക്കുകയും അങ്ങനെ ഒരു ഫൈനലൈസ് ചെയ്യുകയൊക്കെ ചെയ്തതാണ് പൃഥ്വിരാജിൻ്റെ. എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ ദാറ്റ് ടൈം ഐ തിങ്ക് ഈസ് ഓൺലി 28 or 27. ആ ഒരു അപ്പം അങ്ങനെ ഒരു പ്രായത്തിൽ നിൽക്കുന്ന ഒരാളെ കാസ്റ്റ് ചെയ്യുന്നു. പ്രത്യേകിച്ച് വളരെ സുമുഖനായ, വെളുത്തു സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ, ചോക്ലേറ്റ് ബോയ്. അതിനേക്കാൾ ഉപരിയായിട്ട് ഞാൻ രാജുവിനെ മനസ്സിലാക്കിയ, രാജുവിൻ്റെ ഒരു ഡെഡിക്കേഷൻ ഉണ്ട്. ഈ ഒരു ക്യാരക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ഇതൊരു 5-6 ഷെഡ്യൂളുകളായിട്ട് വർക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പം അത് എനിക്ക് വളരെ കംഫർട്ടബിളായിട്ട് തോന്നുന്ന തരത്തിൽ ഇയാളെ മോൾഡ് ചെയ്യാനും ഇയാൾക്ക് ട്രാൻസ്ഫോർമേഷൻ വരുത്താനും ഒക്കെ കഴിയുന്ന താല്പര്യവും അതിൻ്റെ ഡെഡിക്കേഷനുമാണ് ഏറ്റവും ആദ്യത്തെ. അത് രാജുവിൽ ഏറെ ഉണ്ടെന്നുള്ളതാണ് എനിക്ക് ഫിലിമേക്കർ എന്നുള്ള രീതിയിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. രണ്ടാമത്തെ കാര്യം രാജുവിൻ്റെ ശരീരം എന്ന് പറയുന്നത്, അതായത് വളരെ കുറച്ചുകൂടെ നമുക്ക് ആ ആളെ കൂടുതൽ മേക്ക് ഓവർ ചെയ്യാനായിട്ട് പറ്റുന്ന തരത്തിലുള്ളൊരു ബോഡി ലാംഗ്വേജാണ്. അപ്പം അതുകൊണ്ട് തന്നെ തുടക്കഘട്ടത്തിൽ വളരെ വെയിറ്റ് വളരെ ധാരാളമായി കൂട്ടി, കൊടകറൊക്കെ വെപ്പിച്ച് ആ ആൾക്കുണ്ടാകുന്ന ചേഞ്ച് അത്ര ആൾക്കുണ്ടാകുന്ന ഒരു ചേഞ്ച് ഒരു 32 kg കുറയ്ക്കുന്നു എന്ന് പറയുമ്പോഴത്തെ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ചാണ് സംഭവിക്കുന്നത്. ഒപ്പം തന്നെ ഇതിൽ ഒരു വലിയ റെഫറൻസ് ഇല്ലാത്തൊരു ക്യാരക്ടറാണ്. എന്ന് വെച്ചാൽ മുമ്പ് ആരെങ്കിലും ഇത്തരം ഒരു ക്യാരക്ടർ ചെയ്തതായിട്ടോ, അല്ലെങ്കിൽ ഒരാൾ തനിച്ചാകുന്നു, അയാൾക്ക് സംസാരിക്കാനായിട്ട് മറ്റു കൂട്ടുകളും കാര്യങ്ങളും ഒന്നുമില്ല, അയാൾ വലിയൊരു ഡിപ്രഷനിലേക്ക് അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഒരു ആനിമൽ ബിഹേവിയറിലേക്കൊക്കെ പോകുന്ന ഒരാൾക്ക് എങ്ങനെയായിരിക്കണമെന്നൊന്നും നമുക്കൊരു ടെക്സ്റ്റ് ബുക്ക് ഇല്ല റെഫർ ചെയ്യാനായിട്ട്. ശരിക്കുള്ള ഒരു നജീബിനെ നമ്മൾ ഫോളോ ചെയ്യുകയും ചെയ്തിട്ടില്ല ആ സമയത്ത്. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ നമ്മളൊരു കാര്യം പറഞ്ഞാൽ അതിൻ്റെ നമ്മൾ പറയുന്നത് അതേ രീതിയിൽ അതിൽ കൂടുതലായിട്ട് കൺസീവ് ചെയ്യാൻ
അതിനുള്ള കഴിവും ബുദ്ധിയും ഉള്ള ഒരാളും കൂടെ ഈ ആർട്ടിസ്റ്റിൽ ഉണ്ടാവണമെന്നുള്ളത് അത് ധാരാളമായുള്ള ഒരാളാണ് പൃഥ്വിരാജ്. ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് ഒക്കെയാണ് രാജുവിലേക്ക് എത്താൻ കാരണം. ഇന്ന് എനിക്ക് തോന്നുന്നത് ബ്ലസി സാർ എന്ന് പറയുന്ന ആ ഒരു ഡയറക്ടർ പൃഥ്വിരാജ് സ്വയം ഞാൻ എന്താണ് അല്ലെ എനിക്ക് എന്തുമാത്രം പറ്റും എന്ന് സ്വയമേ വിലയിരുത്തുകയും മനസ്സിലാക്കുന്നതിന് മുന്നേ തന്നെ ബ്ലസി സാർ ആ ഒരു വ്യക്തിയെ പറ്റിയിട്ട് മനസ്സിലാക്കി എന്ന് പറയുന്നതായിരിക്കും ശരി. അദ്ദേഹത്തിന്റെ കഴിവുകളും ആ ഒരു കഴിവിന്റെ ലെവലും എന്തുവരെ പോകാം എന്നുള്ളതൊക്കെ ഒരു 16 വർഷം മുന്നേ കുഞ്ഞുകുഞ്ഞായിട്ടും ഒക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തെ സാർ കണ്ടു എന്നുള്ളതാണ് വാസ്തവം അല്ലേ? അത് എനിക്ക് കിട്ടിയ മറ്റൊരു ബ്ലെസ്സിങ് ആയിട്ട് ഞാൻ കരുതുകയാണ്. കാരണം ആ സമയത്ത് ധാരാളം ആൾക്കാർ ഇതൊരു മിസ്കാസ്റ്റിംഗ് ആകും എന്നുള്ള രീതിയിൽ എന്നോട് സംസാരിച്ചിട്ടുള്ളതാണ്. അത് ഇന്ന് അത് പ്രൂവ് ചെയ്യപ്പെട്ടു. അതൊരു ശരിക്കും ഒരു വളരെ ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് എന്നുള്ള രീതിയിൽ എല്ലാവരും പറഞ്ഞു. ഈ എല്ലാവരും കണ്ടിറങ്ങിയവരൊക്കെ ഈ ഒരു വ്യക്തിയുടെ അഭിനയം അല്ലെങ്കിൽ ആ കൊടുത്തിരിക്കുന്ന ഒരു ഡെഡിക്കേഷൻ എന്ന് പറയുന്നതാണ് എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കഥാപാത്രങ്ങളെ ഇതിനെ പറ്റിയിട്ട് ആടുജീവിതത്തിനെ പറ്റിയിട്ട് ചുറ്റിപ്പറ്റി അറിയില്ലാത്ത ഒരുപാട് പേര്, ഇപ്പം മലയാളികളായിക്കോട്ടെ മലയാളികൾ അല്ലാത്തവരായിക്കോട്ടെ, അവരൊക്കെ സംസാരിക്കുന്ന ഈ ഒരു ഒറ്റ വ്യക്തിയുടെ ഡെഡിക്കേഷനും ഒരു അർപ്പണബോധവും ഒക്കെയാണ്. അതുപോലെ തന്നെ സൈനുവിലേക്ക് വരുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുസ്തകത്തിൽ ആടുജീവിതം എന്ന ബുക്കില് വളരെ ഫൈൻ ഡ്രോൺ ആയിട്ടാണ് ഇതിനകത്ത് പറയുന്നത്, വെരി സറ്റിൽ ആയിട്ട് അങ്ങിങ്ങായിട്ട് പറയുന്നത്. ബ്ലസ്സി എന്നൊരു ഡയറക്ടർ ഈ ഒരു കഥാപാത്രത്തെ വിഷ്വലൈസ് ചെയ്യുമ്പോൾ കഴിഞ്ഞ ഈ സിനിമ ഇറങ്ങുന്നതിന് മുന്നേ ഞങ്ങൾക്ക് അമലാപ്പോളുമായിട്ടൊരു ഇന്റർവ്യൂ ഉണ്ട്. അപ്പൊ അമലാപ്പോളിന്റെ അടുത്ത് പറയായിരുന്നു, I was so shocked to see a man like Blessy acting out that character like Sainu. So me ഞാനത് വളരെ ഞെട്ടലോടെയാണ് കണ്ടത്. എനിക്കിത് പോട്ടെ, ഒരു സ്ത്രീ കഥാപാത്രം അഭിനയിച്ച് കാണിച്ചു കൊടുക്കാം, പക്ഷെ ഒരു പുരുഷൻ ഇതുപോലൊരു കഥാപാത്രം എനിക്ക് കാണിച്ചു തന്ന് പഠിപ്പിക്കുമ്പോൾ ഞാൻ തന്നെ ഇങ്ങനെ വളരെ ഞെട്ടിയാണ് നോക്കിയിട്ടുണ്ടായിരുന്നെന്ന് എന്റെ അടുത്ത് പറയുണ്ടായി. അപ്പൊ എങ്ങനെയാണ് സത്യം പറഞ്ഞാൽ ആ ഒരു കഥാപാത്രത്തെ സാർ സ്കെച്ച് ചെയ്തത്? എങ്ങനെയാണ് എനിക്കൊരു സാറിന് വളരെ ഒരു ക്രിസ്റ്റൽ ക്ലിയർ ഐഡിയ ഉണ്ടായിരുന്നു എങ്ങനെയാണ് എന്റെ സൈനു ലോകം കാണേണ്ടത് എന്നുള്ളത് എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരിയല്ലേ? ഇപ്പൊ ഇത് കാണുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ തോന്നും ഈ നരച്ച താടിയും മുടിയൊക്കെ ഉള്ള ഒരു മനുഷ്യൻ എങ്ങനെ ഒരു സ്ത്രീ കഥാപാത്രത്തിന് അല്ലെങ്കിൽ സൈനുവിനെ. പക്ഷെങ്കിൽ ഈ 2018 ഞാൻ ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്കിങ്ങനെ താടിയില്ല കേട്ടോ, ഞാൻ ഫുൾ ബ്ലാക്കുമായിരുന്നു എന്നുള്ള വേറെ. നമുക്ക് പലപ്പോഴും ഒരു ക്യാരക്ടറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആ ക്യാരക്ടറുമായി ഒരു ആർട്ടിസ്റ്റിനെ നമുക്ക് അതിലേക്ക് കൊണ്ടുവരുന്നത് ചിലപ്പോൾ 4-5 സീൻ മാത്രമായിരിക്കും ഉള്ളത്. പക്ഷെങ്കിൽ ഈ ക്യാരക്ടറിന്റെ ഒരു എൻവയോൺമെന്റ് ഉണ്ട്. ഇവർ എവിടുന്ന് വരുന്നു, എങ്ങോട്ട് വന്നു, എന്താണ് ഇവിടുത്തെ സിറ്റുവേഷൻ, എന്തൊക്കെയാണ് ഇവിടുത്തെ, ആരൊക്കെയാണ് ഇവരുടെ അയൽക്കാര്, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഒരു പാറ്റേണിലാണ് ജീവിതം എന്നൊക്കെ പറയുന്നതൊക്കെ നമ്മളെ അറിഞ്ഞോ അറിയാതെയൊക്കെ നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇയാളുടെ ജീവിതത്തിൽ അത്രത്തോളം ഇവർ കടന്നു വന്നിരിക്കുന്നു, ഇയാളുടെ ഉമ്മ എന്താണ്, ഇയാളുടെ മുറിയുടെ വലുപ്പം, വീടിന്റെ വലുപ്പം എന്താണ്, ഇവരുടെ സ്വകാര്യതയ്ക്ക് ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഇവരുടെ പ്രണയ നിമിഷങ്ങൾക്ക് അല്ലെങ്കിൽ മധുവിധ കാലത്തിനുണ്ടാകുന്ന ഇടം ഇല്ലായ്മ എന്നൊക്കെ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിങ്ങനെ സിനിമയിൽ ചിലപ്പോൾ കുറച്ചേ കാണത്തുള്ളൂ, പക്ഷെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറയുകയും മനസ്സിലാക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഈ ഇത് അഭിനയിക്കുന്ന ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഇൻവോൾവ് ചെയ്ത് ചെയ്യാൻ പറ്റും. ശരിക്കും ഇത് എഴുതുന്ന സമയത്ത് തന്നെ സാറ് ശരിക്കും നജീബിന്റെയും നജീബിന്റെ ഭാര്യയ്ക്ക് ആയിട്ടൊന്ന് ഒരു ബന്ധമുണ്ടായിരുന്നു, സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്താണ് ഇവരുടെ ഒരു ബന്ധം എന്ന് മനസ്സിലാക്കാനും സൈനു എന്ന വ്യക്തി റിയൽ ലൈഫിൽ എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കാൻ സാറ് ശ്രമിച്ചിരുന്നു അവരോട് സംസാരിച്ചത്? ഞാൻ രാജുവിന്റെ അടുത്ത് ഇതിന്റെ കഥ പറയുമ്പോൾ അല്ലെങ്കിൽ ഈ സിനിമയെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഇവർ തമ്മിലുള്ള ഒരു റിലേഷനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ രാജുവിന്റെ അടുത്ത് പറഞ്ഞു, മീശ ഒരു നല്ല മീശ വേണം, കാരണം ഈ മീശ കടിച്ചെടുക്കുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അപ്പം ഇത് എന്നാ 2009 കാര്യമാണ് ഞാൻ പറയുന്നത്. പിന്നീട് എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത് വീണ്ടും. അപ്പോൾ അത്ര എനിക്കൊരു ഇതിനെക്കുറിച്ച് ഇവരുടെ ഒരു റിലേഷൻ്റെ ഒരു കാൽപ്പനികതയെ കുറിച്ച് എനിക്ക് ധാരണയുണ്ട്.
ഉം. അപ്പം അതൊരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സാറ് ശരിക്കും അവരോട് സംസാരിക്കാണ്ട് തന്നെ കംപ്ലീറ്റ്ലി സാറിന്റെ ഒരു വിഷ്വലൈസേഷൻ ആണ് ഇതിനകത്ത് എങ്ങനെ രണ്ടുപേരുടെ ആ ഒരു ഹണിമൂൺ ഫേസ് കൊണ്ടുപോകണം, അതിനെ എങ്ങനെ കാണിക്കണം എന്നുള്ളത് അല്ലെ. അല്ലാണ്ട് ഒരിക്കലും അവരോട് നേരിട്ട് ഇതിന്റെ ഒരു സോങ് ഞാൻ വിഷ്വലൈസ് ചെയ്യുന്നതിന് മുമ്പ് എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ളത് അതിൻ്റെ ഒരു സ്റ്റോറി ബോർഡ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഈ സ്റ്റോറി ബോർഡ് ഞാൻ റഹ്മാൻ സാറിനെ കാണിക്കുകയും ഈവൻ ആ സ്റ്റോറി ബോർഡ് വെച്ചിട്ടാണ് ഈ കൊറിയോഗ്രാഫി ബൃന്ദമാഷ് ചെയ്തത് പോലും. അപ്പം ഇത് നമ്മൾ എങ്ങനെയൊക്കെയാണ് ഇവരുടെ ഒരു മൂവ്മെന്റ് എന്നുള്ളത് കൃത്യമായി നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. ബ്യൂട്ടിഫുൾ. അതുപോലെ തന്നെ ഇന്നിപ്പോ സിനിമ കണ്ടിറങ്ങിയ പ്രേക്ഷകർ അതിനെ ഇപ്പൊ എനിക്കൊന്ന് സുഖമായിട്ട് നമുക്ക് 4 തരത്തിൽ 4 കാറ്റഗറി ആയിട്ട് തിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. മൂവി, കഥ ഇതിനു മുന്നേ വായിച്ചിട്ടുള്ളവര്, പുസ്തകം വായിച്ചിട്ടുള്ളവര്, വായിക്കാത്തവര്, മലയാളികള്, മലയാളികളല്ലാത്തവര്, നോൺ മലയാളീസ് ഒക്കെ. ഇവരൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ എന്റെ അടുത്ത് ചോദിച്ച ഒരു കാര്യം ഉണ്ടായിരുന്നു. എല്ലാവരും ഒരേ ക്വസ്റ്റ്യൻ ആണ് എന്റെ അടുത്ത് ചോദിച്ചത്. നീ എന്തുകൊണ്ടാണ് ആ ക്ലൈമാക്സ് സീനില് ഒരു ഫാമിലി റിയൂണിയൻ ഇല്ലാണ്ടിരുന്നത്? കാരണം തുടക്കം മുതല് ആ നജീബിന്റെ ജീർണിച്ച ഒരുപാട് ഇൻസിഡന്റുകൾ നജീബ് തിരിച്ചു അമ്മയും ഭാര്യയും ഒക്കെ ഓർക്കുന്ന ഇൻസിഡന്റ് കാണിക്കുമ്പോഴും എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിലും ഒക്കെ നമ്മൾ എവിടേക്കോ പ്രതീക്ഷിക്കാണ് ഇപ്പൊ അവിടെ വരും ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു റിയൂണിയൻ ആണല്ലോ എന്നൊക്കെ. അത് കണ്ടില്ല, എന്ത് പറ്റിയെന്ന് നമുക്കറിയില്ല എന്ന് ഒരു ഇതുണ്ടായി. അത് വിചാരിച്ചിരുന്നു അങ്ങനെ ഒരു റീയൂണിയൻ ക്ലൈമാക്സിന് എടുക്കാം, അല്ലെങ്കിൽ ഇതിങ്ങനെ തന്നെ പോട്ടെ നമ്മൾ ഇന്ന് കാണുന്ന പോലെ എന്ന് വിചാരിച്ചിരുന്നു? ഇതിന്റെ ഒരു സ്ക്രിപ്റ്റില് നമ്മൾ അത്തരത്തിലുള്ള ഈ നജീബ് നാട്ടിലെത്തിയതിന് ശേഷമുള്ള ഇവരുടെ ചില നല്ല നിമിഷങ്ങളെ കുറിച്ച് കാണിക്കുന്നത് നമ്മൾ എഴുതി വെച്ചിരുന്നു. അത് നമ്മൾ ഷൂട്ട് ചെയ്യാനും പ്ലാൻ ചെയ്തിരുന്നു. പക്ഷെങ്കിൽ പലപ്പോഴും അത് ഇവര് നാട്ടിലെത്തുന്ന ഇവരുടെ ഇതിനെക്കുറിച്ച് പ്രേക്ഷകരിലേക്ക് ഒരു വേദനയോടുകൂടി അവസാനിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖം ചിലപ്പോൾ അത് കൃത്യമായി കാണിക്കുമ്പോൾ അത് പൂർണ്ണമാകുകയാണ്. അപ്പം അതിനെ എപ്പോഴും പ്രേക്ഷകർക്ക് ഇടയിലേക്ക് ചില ചിന്തകൾ ബാക്കി വെക്കുമ്പോൾ ഈ പറഞ്ഞ ഇത്രയും പേര് ചോദിച്ചു എന്ന് പറഞ്ഞില്ലേ, അതല്ലെന്നുണ്ടെങ്കിൽ ചോദിച്ചിട്ട്. അപ്പം ഇത് എപ്പോഴും സിനിമയെ തിയേറ്ററിൽ ഉപേക്ഷിക്കാതെ ഈ സിനിമയെ കൂടെ കൊണ്ടുപോകാൻ സാധിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചില സംശയങ്ങളും ചോദ്യങ്ങളും ബാക്കി വെക്കുമ്പോഴാണ് അതുണ്ടാവുക. അതിന് സൗന്ദര്യം നിലനിൽക്കുക എന്നുള്ളത് അല്ലേ. ഞാനൊരു സുഹൃത്തിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോഴും പറഞ്ഞു, ചിലപ്പോ ഇനി നമ്മൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു അദ്ദേഹം മുൻകൂട്ടി കണ്ടോണ്ടാണ് ഇനി ഇങ്ങനത്തെ ക്ലൈമാക്സ് ആയിട്ട് വന്നത്. അതുപോലെ തന്നെ ഇതിനെ കുറിച്ച് ഇപ്പൊ മണിരത്നം മണിസാറ് പറഞ്ഞത് ഇതിന്റെ ഒരു അവസാനം ഒരുപാട് മെലോഡ്രാമ ഉണ്ടാക്കാതെ നിർത്തിയതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇത് ഇങ്ങനൊരു റിയൂണിയൻ ആണ് എല്ലാവരുടെയും തലച്ചോറിൽ ആദ്യം വരിക അല്ലെ. വളരെ ആണത്. അതാണ് ശുഭപര്യവസാനം. അതാണല്ലോ പഴയ സിനിമയുടെ ദി എൻഡ് എന്നൊക്കെ എഴുതിയിരിക്കുന്ന എല്ലാം പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ സ്വസ്ഥമായി വീട്ടിൽ പോയിക്കൊള്ളു, നിങ്ങൾക്കൊന്നും ചിന്തിക്കണ്ട, പറയാനുള്ള മുഴുവൻ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പം ഇപ്പൊ അതെ, ഇപ്പൊ നമുക്ക് അതല്ലാത്ത തരത്തില് അവരിലേക്ക് ഒരുപാട് ചിന്തകൾ ഉണർത്തുന്ന തരത്തിലേക്ക് നമുക്ക് നിർത്തുന്നു എന്നുള്ളതാണ്. ഇതുപോലെ തന്നെ പാട്ടുകളും അത്രയധികം, ഓരോ പാട്ടുകളും, അതിപ്പോ ഓമനെ എന്നുള്ള പാട്ടാണെങ്കിലും പെരിയോനെ വെച്ചാണെങ്കിലും, ഞാൻ മലയാളത്തിലാണ് സിനിമ കണ്ടിരുന്നത്. പെരിയോനെ എന്നൊക്കെയുള്ള പാട്ട് നമുക്ക് കേൾക്കുമ്പോൾ ഒരു പുസ്തകം വായിച്ച ഒരു വ്യക്തിയും കൂടെ ഉള്ള നിലയ്ക്ക് നമുക്ക് ചില ഇൻസിഡന്റുകൾ നമുക്ക് ഓർമ്മ വരുന്നു. അത്രയും എന്താ പറയാ, നമ്മുടെ ഉള്ളിൽ തട്ടിയിട്ടാണ് അതൊക്കെ എഴുതിയിരിക്കുന്നത്. ശരിക്കും എ.ആർ. റഹ്മാൻ സാറിനോടൊക്കെ ഈ ഒരു ഇത് പറയുമ്പോൾ, അതായത് എന്റെ കഥയുടെ പശ്ചാത്തലം ഇതെല്ലാം ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഓരോ പാട്ടിനും എനിക്ക് ഇന്ന ഒരു ഫീലാണ് കൊണ്ടുവരുന്നത്. ആ ഒരു കമ്മ്യൂണിക്കേഷൻ അല്ല, ആ ഒരു ഈ പറയുന്ന നമ്മൾ ഇന്ന് കാണുന്ന ആ പാട്ടുകളെ നമ്മൾ ഓഡിയൻസ് കൺസീവ് ചെയ്തിരിക്കുന്ന രീതിയിൽ അത് കാണണം എന്ന് എങ്ങനെയായിരുന്നു ആ ഒരു കമ്മ്യൂണിക്കേഷൻ, ആ ഒരു പ്രോസസ് ഓഫ് മേക്കിംഗ് മ്യൂസിക്, ആ ക്രിയേറ്റിംഗ് മ്യൂസിക് എങ്ങനെയായിരുന്നു നടന്നിരുന്നത്? ആദ്യ ഒരു പാട്ടിന്റെ ഒരു സിറ്റുവേഷൻ മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. ഒരു പാട്ടിനായിട്ടാണ് അദ്ദേഹത്തിന് ഞാൻ സമീപിച്ചത്. അത് ഈ ഡ്യുവറ്റ് സോങ്, ഓമന എന്നുള്ള ഡ്യുവറ്റ് സോങ് തന്നെയായിരുന്നു. അതിനെക്കുറിച്ച് ഇയാളുടെ നാട്ടിലേക്കുള്ള ഇയാളുടെ ഓർമ്മയും അതിന്റെ കാര്യങ്ങളും അതിന്റെ വിഷ്വൽസും ഒക്കെ ഞാൻ സ്കെച്ച് ചെയ്തതും ഒക്കെ ഞാൻ അദ്ദേഹത്തിനെ കാണിച്ചിരുന്നു. ഇങ്ങനെ ഒരു ഇതാണ്
ഇതിൻ്റെ ഒരു അണ്ടർ വാട്ടർ സീക്വൻസ്, ഇവർ തമ്മിലുള്ള സ്നേഹം, കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം എനിക്ക് ഒരു 4-5 ട്യൂൺസ് എനിക്ക് അദ്ദേഹത്തിൻ്റെ കൺസോളിൽ ഇട്ട് തന്നിട്ട് പറഞ്ഞു, ഇത് കേട്ടിട്ട് ഏതാണ് ഇഷ്ടപ്പെടുന്നത് ഒന്ന് സെലക്ട് ചെയ്യാനായിട്ട് പറഞ്ഞു. അപ്പം പലതും ഒരു ഒരു മെയിൽ ഡോമിനേറ്റഡ് അല്ലെങ്കിൽ ഒരു ഹീറോ ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഒരു ഹീറോയെ പ്രസൻറ്റ് ചെയ്യത്തക്ക തരത്തിലുള്ള ഒരു ഹെവി മ്യൂസിക്കായിട്ടുള്ള ട്യൂണുകളായിരുന്നു ഉണ്ടായിരുന്നത്. അക്കൂട്ടത്തിലാണ് ഇങ്ങനെ കേൾക്കുന്ന ഒരു മോഡല്. അപ്പം ഞാൻ അതാ സെലക്ട് ചെയ്തത്. അപ്പം സാർ ചോദിച്ചു എന്താണ് ഇത് സെലക്ട് ചെയ്യേണ്ട. അപ്പം ഒരുമിച്ച് ജീവിച്ച ആൾക്കാർ ഒരുപാട് ദൂരത്താകുമ്പോൾ, തനിച്ചാകുമ്പോൾ തൻ്റെ നെഞ്ചോട് ചേർത്ത് കിടന്ന പെണ്ണിൻ്റെ ഒരു മോളക്കമായിരിക്കും അവൻ ആദ്യം ഓർക്കുന്നത്. ഒരു മെയിൽ വോയിസ് ആയിരിക്കത്തില്ല ഓർക്കുക, എപ്പോഴും ഒരു ഫീമെയിൽ വോയിസ് ആയിരിക്കും ഓർക്കുക എന്ന് പറഞ്ഞു. അപ്പം അത് വളരെ കൺവിൻസിങ് ആയി. പിന്നീട് അതിന് ട്യൂണിനനുസരിച്ച് വരികൾ റഫീഖിനെ കൊണ്ട് എഴുതിക്കുകയും അത് ആ രീതിയിൽ ഉണ്ടാകുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ പെരിയോനെ റഹ്മാനെ എന്ന് പറയുന്ന പാട്ടും സിനിമയിലൊരു എനിക്ക് ശരിക്കും ഒരു ചെറിയൊരു ഫുൾ പാട്ടിൻ്റെ ഒരു ആവശ്യമായിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയൊരു പോർഷനിലേക്ക് മാത്രമാണ് ഞാൻ ആദ്യം ആ പാട്ടിന് പകരം ഞാൻ ഏതെങ്കിലും ഒരു അക്കാലത്തെ പ്രസിദ്ധമായ ഏതെങ്കിലും മാപ്പിളപ്പാട്ടോ കത്തുപാട്ടോ ഒക്കെ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതിൻ്റെ ഒരു അന്വേഷണം കൂടെ നടത്തിയിരുന്നത്. പക്ഷെങ്കിൽ എനിക്ക് കൃത്യമായ ഒരെണ്ണത്തിലേക്ക് എത്താൻ കഴിയാതെ വരികയും പിന്നീടാണ് ഇത്രയും വലിയൊരു മ്യൂസിക് ഡയറക്ടർ ഉള്ളപ്പോൾ നമ്മളതിൻ്റെ പഴയ പാട്ട് അന്വേഷിച്ചു പോകുന്ന ആ രീതിയിലുള്ള ഒരു പാട്ട് തന്നെ നമുക്ക് കമ്പോസ് ചെയ്തെടുക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ അടുത്ത് പറയുകയും ആ സിറ്റുവേഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, നമുക്ക് അതിനെ ഒരു ഡിഫറൻ്റായിട്ട് അതിനെ ട്രീറ്റ് ചെയ്യാം. നമുക്ക് ലിറിക്സ് ആദ്യം എഴുതി വാങ്ങിക്കുക, എന്നിട്ട് നമുക്ക് അതിനെ ട്യൂൺ ചെയ്യാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. എനിക്കത് സന്തോഷം തോന്നി. ഞാൻ റഫീഖ് അഹമ്മദിൻ്റെ അടുത്ത് അതിൻ്റെ സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ ഞാൻ പറയുകയും അത് വെച്ചിട്ട് അദ്ദേഹം ഒരു 4-5 വരി എഴുതി തരികയും ആദ്യം അത് കമ്പോസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അത് ഒരു എങ്ങനെയാണ് അദ്ദേഹത്തിന് ഇൻസ്പയർ ചെയ്ത തരത്തില്ല പുള്ളി പെരിയോനെ റഹ്മാനെ പെരിയോനെ റഹീം എന്ന് പറയുന്ന ആ ഒരു പ്രയർ, ആ ഒരു വിളി, അത് റഹ്മാൻ സാറ് തന്നെ എഴുതിയതാണ് ആ ഒരു വാക്ക്. അപ്പൊ അങ്ങനെ അതിന്റെ മുന്നിലായി ചേർത്ത് വെച്ച. അപ്പൊ ഇത്രയും ഈ 4 വരി ട്യൂൺ ചെയ്തപ്പോൾ നമുക്ക് തോന്നി വീണ്ടും കുറച്ച് വരികളൂടെ വേണം, അത് പോരാൻ തോന്നി കുറച്ചുകൂടെ. അങ്ങനെ വീണ്ടും ബാക്കി വരികൾ അതിന്റെ തുടർച്ച എഴുതി വാങ്ങിച്ചിട്ടാണ് അതൊരു ഫുൾ സോങ് ആയിട്ട് മാറുകയും ചെയ്തത്. എനിക്കൊന്നും ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ പ്ലേലിസ്റ്റിൽ ഇങ്ങനെ ഓൺ ലൂപ്പ് കേട്ടുകൊണ്ടിരിക്കുന്ന പാട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജിതിൻ രാജ് വളരെ മനോഹരമായിട്ട് പാടി വെച്ചിരിക്കുന്ന ഈ പെരിയോനെ എന്ന് തന്നെയുള്ള പാട്ടായിരിക്കും. അതുപോലെ തന്നെ ആൾക്കാർ വളരെ അധികം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇതാണ് ചില സീനുകൾ സിനിമയില്. ഇപ്പോ പാമ്പിന്റെ സീനാണെങ്കിലും വൾച്ചറുമായിട്ടുള്ള സീനൊക്കെ ആണെങ്കിലും ആൾക്കാർ ഇതൊക്കെ എങ്ങനെ ഇത് ഷൂട്ട് ചെയ്തു, അല്ലെങ്കിൽ ചില ഇപ്പം ആടുകളായിട്ടുള്ള സീനുകൾ തന്നെ വന്ന് ഹിറ്റ് ചെയ്യുന്ന സീനൊക്കെ ഇതെങ്ങനെയാണ് ഇത് ഷൂട്ട് ചെയ്തതെന്നുള്ള എല്ലാവരും ഇങ്ങനെ വളരെ അമ്പരപ്പോടെ നോക്കിക്കാണുന്ന ഒരു അവസ്ഥയുണ്ട് ഇപ്പോ. പ്രത്യേകിച്ച് ഈ മലയാളികൾ അല്ലാത്ത ഓഡിയൻസ് ആണെങ്കിൽ പോലും ഹൗ യു ഗൈസ് ആർ ഷൂട്ടിംഗ് ദിസ് മാൻ, ഹൗ യു ഗൈസ് ആർ സോ ഇന്റലിജന്റ് ക്രിയേറ്റീവ് അറ്റ് ദ സെയിം ടൈം. ആൾക്കാർക്ക് ഇതെല്ലാം കൂടെ ഒരുമിച്ച് വരാൻ പറ്റില്ല. ഞാൻ പറയാം, അതാണ് ഞങ്ങൾ മോളിവുഡ് ചെറിയ ഇൻഡസ്ട്രി ആണെങ്കിലും ഞങ്ങൾ അധികം വളരെ പ്രൗഡോടെ പറയും ഞങ്ങൾക്ക് ഉള്ളവർ ഇങ്ങനെയൊക്കെ ഉള്ളവരാണെന്നുള്ളത്. അപ്പൊ എങ്ങനെയാണ് സാർ ആ ഒരു ഷൂട്ടിങ്ങും പ്രോസസ്സൊക്കെ ശരിക്കും എങ്ങനെയാണ് ഷൂട്ട് ചെയ്തത്? എത്ര ദിവസം അതിന് വേണ്ടി വന്നു? ആ ഒരു പാമ്പിന്റെ സീൻ ആണെങ്കിൽ പാമ്പൊക്കെ ശരിക്കുള്ള പാമ്പ് തന്നെയായിരുന്നില്ലേ? അതെ 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 എല്ലാത്തിനും നമ്മള് എല്ലാത്തിനും ഒരു മാജിക് ഉണ്ടല്ലോ. ഇപ്പൊ മാജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ ആണോ അല്ലെന്ന്, അത് നമുക്ക് മേക്ക് ബിലീവ് ആണോ മാജിക്, നമുക്ക് എന്ന് പറയുന്നതിൻ്റെ അകത്തൊരു സയൻസ് ഉണ്ട്. എന്ന് പറഞ്ഞ പോലെ തന്നെ പാമ്പ്
പാമ്പ് ഒറിജിനൽ പാമ്പുകളാണ്. പക്ഷെ അന്നേരം എങ്ങനെ നമുക്ക് അതിനെ ഡീൽ ചെയ്യാൻ പറ്റും? അതിന്റെ പിടിക്കുന്നു എന്നുവെച്ചാൽ പ്രത്യേകിച്ച് ഡെസേർട്ടിൽ കാണുന്ന ഒരു പ്രത്യേകതരം വളരെ വിഷമുള്ള ഒരു പാമ്പാണ്. അപ്പോൾ അതിന്റെ വിഷപ്പല്ലുകൾ എടുത്ത് അതിനെ അങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ തരത്തിലുള്ള ചില ടെക്നിക്കുകളൊക്കെ യൂസ് ചെയ്യാനുണ്ടായി. അതിപ്പം ആടുകളെ തമ്മിൽ കൂട്ടിയിടിപ്പിച്ച് ചെയ്യുന്നതൊക്കെ ആണെങ്കിൽ പോലും അത്തരത്തിലുള്ള ഒരു ട്രെയിനിങ് എന്നുള്ള അതിന് കുറെ ടെക്നിക്കലി ചില കാര്യങ്ങൾ കൂടെ ഒക്കെയാണ് നമ്മളതിനെ അത്തരം ഷോട്ട്. അത് ദിലീപ് സുബ്രായ എന്ന് പറഞ്ഞ ആളുടെ ഒരു വലിയൊരു ശ്രമം എൻ്റെ പിന്നിലുണ്ട്. കാരണം ഈ ആടിനെ അങ്ങനെ നമുക്ക് ട്രെയിൻ ചെയ്യിക്കാൻ പറ്റത്തില്ല. പക്ഷേ അദ്ദേഹം ഇതൊന്നും പലപ്പോഴും എഴുതി വെച്ചത് പ്രാവർത്തികമാക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇങ്ങനൊക്കെ ഒരു എഫക്റ്റോടുകൂടി ഈ ന്യൂനത ഇല്ലാതെ വിത്തൗട്ട് എനി ഫെയിൽ നമുക്ക് അത് ചെയ്യാൻ പറ്റി എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം. അതിനുവേണ്ടി ഒരുപാട് എല്ലാ ഡിപ്പാർട്ട്മെന്റും അതിനുവേണ്ടി ഒരുപാട് ശ്രമിച്ചു. അത് ഈ പാമ്പിന്റെ സീൻ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ ഗൂഗിളിന്റെ റീസെന്റ് ഒരു ഇന്റർവ്യൂ കണ്ടിരുന്നു. അതിൽ 5 or 6 പാമ്പിനെ കൊണ്ടുവന്നു. അതിൽ ഒരു ദിവസം ഒരു പാമ്പിനെ കാണുന്നില്ല. എനിക്കാണെങ്കിൽ പാമ്പോഫോബിയ ഉള്ള ഒരാളും കൂടിയാ. അവിടെ ബാക്കി എല്ലാരും വളരെ ഇതായിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെ പേടിച്ചാണ്, ദീർഘശ്വാസത്തിന് മാത്രമല്ല വളരെ പേടിച്ചാണ് ഞാൻ ഓരോ ദിവസം ഷൂട്ടിന് എന്ത് കാണുന്നില്ലയോ എന്നൊക്കെ പറഞ്ഞ് നിന്നിരുന്നെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതുപോലെ തന്നെ ഗോകുൽ ഈ കാസ്റ്റിംഗിന്റെ കാര്യം വരികയാണ്. പൃഥ്വിരാജിനെയും അമല പോൾ എന്നുള്ള 2 പോപ്പുലർ ആയിട്ടുള്ള 2 വ്യക്തികളെ മാറ്റി വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ജിമ്മി, ഗോകുൽ ഇവരൊക്കെ പുതു നടന്മാരാണ് ഇപ്പം മലയാളികളെ സംബന്ധിച്ച്. ജിമ്മി പാരീസിലെ ഹോളിവുഡിലൊക്കെ അവരുടേതായിട്ടുള്ള സീരീസും കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് വളരെയധികം പുതുമുഖങ്ങളായിരുന്നു, ന്യൂ ഫ്രഷ് ഫേസസ്. ശരിക്കും ഈ കാസ്റ്റിംഗിലോട്ടൊക്കെ വരുമ്പം സാറ് ഇപ്പോ നമ്മുടെ ഇബ്രാഹിം ഖാദിരി ആയിട്ട് എടുക്കാനാണെങ്കിലും അല്ലെങ്കിൽ ഹക്കീമായിട്ട് എടുക്കുമ്പോഴൊക്കെ സാർ ഇവരിൽ കണ്ടിരുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് ഗോകുലിനെ പോലുള്ളവരുടെയൊക്കെ ഒരു കാസ്റ്റിംഗ് എങ്ങനെയാണ് ഇതിലേക്ക് വന്നിരുന്നത്? ഗൂഗിളിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു വളരെയധികം ആൾക്കാർ, ഒരു 10-500 ആൾക്കാരെങ്കിലും ഞാനായിട്ട് കണ്ടില്ലെങ്കിലും ഓഡീഷനൊക്കെ നടത്തുകയും അതിൽ നിന്ന് സെലക്ട് ചെയ്തവരെ നമ്മൾ കാണുകയൊക്കെ ചെയ്തിരുന്നതാണ്. പക്ഷെ അതിൽ എനിക്ക് കൃത്യമായ ഒരാളെ നമ്മൾ ഈ സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൊരു മുഖം ഉണ്ടാകും അറിയാതെ. അതുമായിട്ട് നമുക്ക് കോയിൻസൈഡ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ കൂടുതലും സെലക്ട് ചെയ്യുക എന്നുള്ളത്. അപ്പം അത് ഒരു ലാസ്റ്റ് മിനിറ്റിലാണ് ഗൂഗിൾ ഇതിൽ എൻ്റർ ആകുന്നത്. അത് സാർ തന്നെയായിരുന്നു ഓഡീഷൻ നടത്തിയിരുന്ന ഗൂഗിളിന് വേണ്ടിയിട്ടുള്ളത്? അതോ? അതെ, ഗൂഗിളിന്റെ ഓഡീഷൻ ഞാൻ തന്നെയാണ് നടത്തിയിരുന്നത്. അത് ശരിക്കും ഇത് ഷൂട്ടിംഗ് എന്ന് പറയുന്നത് ജോർദനിൽ എത്ര നാളുണ്ടായിരുന്നു അവിടെ? ജോർദനില് നമ്മൾ ഒരു 3 ഷെഡ്യൂൾ ഉണ്ടായിരുന്നു. അതായത് 2019 ഒരു ഷെഡ്യൂൾ ഉണ്ടായിരുന്നു, 20 ഒരു ഷെഡ്യൂൾ ഉണ്ടായിരുന്നു. ആ സമയത്താണ് നമ്മൾ അവിടെ സ്റ്റക്കായി 2-3 മാസം അവിടെ കഴിയേണ്ടി. പിന്നെ സെക്കൻഡില് നമ്മൾ വീണ്ടും അതിന്റെ ഫൈനൽ ഷെഡ്യൂൾസ് 3 ഇത് നമ്മള് തമിഴ് ഓഡിയൻസിനോട് ചോദിക്കുക, അവര് നമ്മുടെ അടുത്ത് അഭിപ്രായം പറഞ്ഞിരുന്നപ്പോ മാര്യൻ എന്ന് പറഞ്ഞ ധനുഷ് മൂവിയുമായിട്ട് വളരെയധികം ഇവർക്ക് കണക്ട് ചെയ്യാൻ പറ്റി എന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്തോ ധനുഷിന്റെ ക്യാരക്ടർ നാട്ടിൽ നിന്ന് വെളിയിലേക്ക് പോകുന്നു, പൃഥ്വിരാജും അതുപോലെ തന്നെയുള്ള ഒരു കഥാപാത്രമാണ്. അങ്ങനെ ഒരു കമ്പാരിസൺ പൊതുവെ തമിഴ് ഓഡിയൻസിനിടയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് സാറിന് അതിന് യോജിക്കുന്നുണ്ടോ? സാറിനും അത് അങ്ങനെ ഒരു ഫീൽ ഇറങ്ങി ഇതെല്ലാം ആൾക്കാർ കേട്ട് കഴിഞ്ഞപ്പോൾ ഇത് സത്യമാണെന്ന് തോന്നിയിരുന്നു? ആ ഒരു മാര്യൻ സിനിമ ആടുജീവിതം എന്ന് പറഞ്ഞ പുസ്തകം പബ്ലിഷ് ചെയ്യുകയും ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ ഞാൻ അനൗൺസ് ചെയ്തതിന് ശേഷം നിർമ്മിച്ച സിനിമയാണ്. ആ സമയത്ത് നമുക്ക് വേണമെങ്കിൽ പറയാം ഈ പുസ്തകത്തിൽ നിന്ന് കോപ്പി അടിച്ചതാണെന്നുള്ളത്. എൻ്റെ മാന്യത കൊണ്ട് ഞാനത് സംസാരിക്കാതിരുന്നതാണ്. പിന്നെ ഞാനങ്ങനെ അതിനു മുമ്പേ ഉണ്ടായ ഒരു പുസ്തകവും ഉണ്ടായ തീരുമാനത്തിന് ശേഷം പിന്നെ ഞാൻ എന്തിനാ കോപ്പി അടിക്കുന്നത്? അപ്പൊ അതിനെക്കുറിച്ചുള്ള ധാരണ ആ ഓഡിയൻസിന് ഇല്ലാത്തതുകൊണ്ട്. ഇതിനു മുമ്പ് 2008 പബ്ലിഷ് ചെയ്ത ഒരു പുസ്തകത്തിനാണ്. ആ സമയത്ത് മാര്യൻ സിനിമയുമായി ബാല എത്തുമ്പോൾ ബാലയെടുത്ത് കേരളത്തിൽ നിന്നുള്ള ജേർണലിസ്റ്റുകൾ ചോദിച്ച ഇത് ആടുജീവിതവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ, ആടുജീവിതം വായിച്ചോ? ഇല്ലാതെ ഞാൻ വായിച്ചില്ല, ഞാൻ വായിക്കാനിരിക്കാം എന്നൊക്കെ പുള്ളി ഇങ്ങനെ അന്ന് ആ സമയത്ത് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ബട്ട് എനിക്ക് അതിനെ കുറിച്ചൊന്നും വലിയ
പ്രയാസം തോന്നിയില്ല. കാരണം ഉം. ഇത് ആൾക്കാർക്ക് മനസ്സിലാകുമ്പോൾ നിങ്ങളിൽ കൂടെ മനസ്സിലാവട്ടെ എന്ന് ആഗ്രഹിക്കുക. എന്തായാലും 16 വർഷങ്ങൾ എന്ന് പറയുന്നത് ചെറുതൊന്നും അല്ല ആരുടെയും ജീവിതത്തില്. പൃഥ്വിരാജ് പറഞ്ഞ പോലെ തന്നെ 16 വർഷം മുന്നേ ഞാനൊരു ഹസ്ബൻഡോ അച്ഛനോ ഒരു പ്രൊഡക്ഷൻ കമ്പനി ഓൺ ചെയ്യുന്ന ഒരു വ്യക്തിയോ ഒന്നും ആയിരുന്നില്ല. പക്ഷെ എന്റെ ജീവിതത്തിൽ എനിക്ക് കോൺസ്റ്റന്റ് ആയിട്ട് നിന്നിരുന്നത് ആടുജീവിതം എന്ന് പറഞ്ഞ സിനിമയിൽ മാത്രമാണെന്ന് പറഞ്ഞു. പക്ഷെ അതേസമയം ഇതിങ്ങനെ ഡിലേ ആയി പോകുമ്പോൾ ഒരുപാട് പേര് സാറിന്റെ അടുത്താണെങ്കിലും പൃഥ്വിരാജിന്റെ അടുത്തൊക്കെ ആണെങ്കിലും പറഞ്ഞിരുന്നു ഇത് ഡ്രോപ്പ് ചെയ്യൂ, ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് അടുത്ത പ്രോജക്റ്റ് നോക്കുക, അല്ലെങ്കിൽ ഇത് വേണ്ട എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ എന്താണ് ശരിക്കും ബ്ലെസ്സി എന്ന ഡയറക്ടർക്ക് ഇതിൽ അല്ല, ഇതിനപ്പുറം ഇത് ആൾക്കാർ കാണേണ്ട ഒരു മാഗ്നം ഓപ്പസ് തന്നെ ആയിരിക്കും ആടുജീവിതം എന്ന് ഉറച്ച വിശ്വാസത്തോടെ ഇതില് മുന്നോട്ട് പോവാൻ എടുത്തിരുന്ന എന്ത് തീരുമാനമല്ല, എവിടെ നിന്നാണ് അങ്ങനെ ഒരു കോൺഫിഡൻസ് കിട്ടിയത്? ഈ സിനിമ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? ഇത് എനിക്ക് ഇതൊരു സിനിമയായിട്ട്, ഒരു വ്യത്യസ്തമായ സിനിമയായിട്ട്, ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു സിനിമ, പല ആൾക്കാരിലേക്ക് എത്തിക്കുന്ന ഒരു സിനിമയായിട്ട് മാറാൻ കഴിയണം. നമ്മൾ തുടങ്ങുമ്പോൾ ഇതൊരു 16 വർഷം എടുക്കുമെന്നോ കരുതിയല്ല നമ്മൾ തുടങ്ങുന്നത്. നമ്മൾ തുടങ്ങിക്കഴിയുമ്പോൾ അതിൻ്റെ ഓരോ പ്രതിസന്ധികളിൽ ഓരോ വർഷങ്ങൾ കൂടി വരികയാണ് ചെയ്യുന്നത്. അപ്പം അത് ആ കൂട്ടത്തിൽ പല വിധമായ കാരണങ്ങളുണ്ട്. ചിലത് പക്ഷെങ്കിൽ എനിക്ക് തോന്നുന്നു പിന്നെ കോവിഡ് എന്നുള്ള രീതിയിൽ ഒരു 2-3 വർഷം മാറുന്നു. അപ്പോൾ ഇങ്ങനെ ഓരോന്നോരോന്ന് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യുന്നതാണ്. അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തമായ ധാരണയോടുകൂടി ഒരു സിനിമ ചെയ്യുവാനായിട്ട് ഇറങ്ങിത്തിരിക്കുകയും അതിനുവേണ്ടി ഒരുപാട് ശ്രമങ്ങൾ, ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്ത ഒരു ഘട്ടത്തിൽ നിന്ന് നമുക്ക് എങ്ങനെ പിന്തിരിയാൻ പറ്റും? കാരണം ഇതിൻ്റെ ഒരു വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ നടത്തി കഴിയുന്നു, സിനിമയ്ക്ക് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാകുന്നു. അപ്പം ഇതിനെ ഉപേക്ഷിച്ചിട്ട് ഞാൻ മറ്റൊരു സിനിമയിലേക്ക് മാറുക എന്ന് പറയുന്നത്, പിന്നീട് ഈ സിനിമയെ പലരും ചോദിക്കാറുണ്ട് ഈ ഇതേ കാര്യങ്ങൾ. പക്ഷെങ്കിൽ ഈ എൻ്റെ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമയുടെ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും എൻ്റെ കൺസേണോടുകൂടി തന്നെ നടത്തുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഞാനൊരു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വന്ന ഒരാളാണ്. അപ്പം അതിൻ്റെ ഒരു ഡീറ്റെയിലിങ്ങും അതിൻ്റെ ഒരു ടെക്നിക്കൽ പെർഫെക്ഷൻസും കാര്യങ്ങളും ഒക്കെ ആദ്യം തീരുന്നത് എൻ്റെ മനസ്സിൽ തന്നെയാണ്. അപ്പം അതിലേക്ക് എത്തിയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് മാറാവുന്ന ജോലി അല്ല. ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഒരു പ്രൊഡക്ഷൻ്റെ കാര്യങ്ങളുണ്ട്, നമ്മുടെ ഭാഗത്തു നിന്ന് വന്നതുണ്ട്. വിഷ്വൽ റൊമാൻസ് പോലെ തന്നെ ഒരു സ്ഥാപനം ആയതുകൊണ്ട് ഉത്തരവാദിത്തം കൂടുതലായി. എല്ലാവരും ശരിക്കുള്ള നജീബിന്റെ അടുത്ത് ചോദിക്കുക, ഒരു മാനസികാവസ്ഥയെ പറ്റി ചോദിക്കുകയും പൃഥ്വിരാജിന്റെ മാനസികാവസ്ഥയെ പറ്റിയിട്ടൊക്കെ ചോദിക്കുകയൊക്കെ ഉണ്ടായി. ഞാൻ ഇനി ബ്ലെസ്സി എന്ന ഡയറക്ടറിനോട് ചോദിക്കട്ടെ, ഇത്രയും നാൾ ഇങ്ങനെ പോകുമ്പോ ഇടയ്ക്ക് പല പല അപ്സ് ആൻഡ് ഡൗൺസ് ഈ മൂവിക്ക് ഷൂട്ട് ചെയ്യുന്ന സമയത്തുണ്ടായിരുന്നു. അത് അങ്ങനെയൊക്കെ പോകുമ്പോഴും ഇപ്പൊ ഇറങ്ങി കഴിയുമ്പോഴൊക്കെ ആസ് എ ഡയറക്ടർ എന്താണ് തോന്നുന്നത്? അതുകൊണ്ട് നമുക്ക് നിൽക്കാം. ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. കാരണം ഇതിനെ നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത് എങ്ങനെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റും, എങ്ങനെ പ്രാക്ടിക്കലാക്കാൻ പറ്റും എന്നൊക്കെ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ പാമ്പ് വരുന്നു, വാൾച്ചർ വരുന്നു, സാൻസ്ട്രം വരുന്നു എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ച് കഴിഞ്ഞാൽ എളുപ്പമാണ്. പക്ഷെ അതെങ്ങനെ വിഷ്വലൈസ് ചെയ്ത് അതിനെ ഇംപ്ലിമെന്റ് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു ഘടകം തന്നെ. അപ്പൊ അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ചിന്തകൾ തന്നെ എല്ലാ ദിവസങ്ങളിലും എല്ലാ ദിവസവും ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കാൻ ഏറെ ഉണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ അസോസിയേറ്റ് റോബിനായിട്ട് പറയായിരുന്നു, ഈ സിനിമ നമ്മൾ ആദ്യം April 10 റിലീസ് ചെയ്യാനിരുന്നു, പിന്നീട് റിപ്പോൺ ചെയ്യുമായിരുന്നു. April 10 ആയിരുന്നെങ്കിൽ ഇപ്പോഴും നമ്മളിത് വർക്ക് ചെയ്യുമായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വർഷങ്ങളൊക്കെ നമ്മൾ ജോലി ചെയ്തത് നമ്മൾ അറിഞ്ഞില്ലെന്ന് തന്നെയാണ് നല്ല ഓർമ്മകൾ തന്നെയാണ്. എന്തായാലും ഇങ്ങനൊരു സിനിമ, ഒരു മാഗ്നം ഓപ്പസ് തന്നെയാണ് ആടുജീവിതം ഞങ്ങളെ പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ച്. അത് എല്ലാവരും അങ്ങനെ തന്നെ, ലോകമെമ്പാടുമുള്ള ആൾക്കാർ അങ്ങനെ തന്നെ ഇതിനെ കാണട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എനിക്ക് ഒരു മൂവികൾ ഒരുപാടധികം കാണുക, സാറിന് എനിക്ക് തോന്നുന്നു ക്രിസോസ്റ്റം മാത്രമേ കാണാനുള്ളൂ, ബാക്കി എല്ലാം കണ്ടൊരു വ്യക്തിയാണ് ഞാൻ.
ഇതിൽ നിന്നൊക്കെ എനിക്ക് ഈ ആട് ജീവിതം വരെത്തി നിൽക്കുമ്പോ എനിക്ക് പറയാനുള്ളത് മറ്റൊന്നുമില്ല. താങ്ക് യു. ഇതുപോലുള്ളൊരു സിനിമ മലയാളം ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ അത് പ്രൊഡ്യൂസ് ചെയ്ത് ഡയറക്റ്റ് ചെയ്ത് ഇറക്കി ഇങ്ങനെയൊക്കെ കാണിച്ചു. എന്ത് കാര്യവും നമുക്ക് പറ്റില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ കഠിനാധ്വാനവും അർപ്പണബോധവും വിശ്വാസം ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും എന്ന് സാറിന് ഈ ഒരു വർക്കിലൂടെ കാണിച്ചു തന്നതിന് ഒരുപാട് ഒരുപാട് താങ്ക് യു. എല്ലാവരും സാറിന്റെ അടുത്ത് അത് തന്നെയായിരിക്കും പറയുന്നത്, പക്ഷെ അത് പറയാതെ എനിക്കിത് സമാപിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു മൂവി ഒരു പ്രേക്ഷക ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ, സാറിന്റെ വർക്കുകളൊക്കെ ഒരുപാട് ബഹുമാനിക്കുകയെന്ന് ചെയ്യുന്ന നിലയിൽ ഒരുപാട് ഒരുപാട് നന്ദി. താങ്ക് യു.